ഹലോ, അൻവിസ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനെല്ലാം സ്വാഗതം. ഇന്ന് നമ്മൾ ഈ കാലൊന്ന് പെഡിക്യൂർ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആഫ്റ്റർ റിസൾട്ടാണ് ഈ കാണുന്നത്. നമ്മൾ പെഡിക്യൂർ ചെയ്യുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിലുള്ള പഴയ നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് ക്ലീനിങ് ആരംഭിക്കുന്നത്. പെഡിക്യൂർ ചെയ്യുന്നത് കാലിൻ്റെ ഭംഗിക്ക് മാത്രമല്ല, നഖങ്ങളുടെ ആരോഗ്യത്തിനും നമ്മുടെ മൊത്തത്തിലുള്ള കാലിൻ്റെ ഒരു ആരോഗ്യത്തിനും എല്ലാം വളരെ നല്ലതാണ്. കാലിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനൊക്കെ പെഡിക്യൂർ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വീട്ടിലാണെങ്കിലും ചെയ്യാവുന്നേ ഉള്ളൂ. എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്തതിന് ശേഷം കാല് ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുന്നു. ഈ വെള്ളത്തിൽ നമ്മൾ കല്ലുപ്പ്, ഷാമ്പു, നാരങ്ങാ നീര്, ഹൈഡ്രജൻ പെറോക്സൈഡ്, ഗ്ലിസറിൻ, ഡെറ്റോൾ എന്നിവയൊക്കെ ആഡ് ചെയ്തതാണ്. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കാലിൽ ഇങ്ങനെ പ്യൂമിംഗ് സ്റ്റോൺ വെച്ച് നമ്മുടെ കാലിലെ തഴമ്പുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഉരച്ചു കൊടുക്കണം. അതോടൊപ്പം വിരലിൻ്റെ ഇടയിലും നഖത്തിനിടയിലും ഒക്കെയുള്ള ഭാഗങ്ങൾ ക്ലീൻ ചെയ്യുവാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ച് അവിടെയും ക്ലീൻ ചെയ്ത് കൊടുക്കാം. പെഡിക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാലിനൊരു പ്രത്യേക ഒരു സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. നമ്മൾ കിടക്കുമ്പോഴൊക്കെ കാല് തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഒരു പ്രത്യേക സുഖം നമുക്കറിയാം. മാത്രമല്ല ഒരുമാതിരി കാലുവേദനയ്ക്കും ഒക്കെ നല്ലൊരു ആശ്വാസം കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് ഈ പെഡിക്യൂർ. എൻ്റെ അഭിപ്രായത്തിൽ ഈ മന്ത്ലി വൺസൊക്കെ വന്ന് കൃത്യമായിട്ട് ഫേഷ്യൽ ചെയ്യുന്നവരൊക്കെ അതുപോലെ തന്നെ കാലിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരുടെ ആരോഗ്യം കൂടി ഒന്നുകൂടെ നന്നായിട്ടിരിക്കും. ചിലരോടൊക്കെ നമ്മൾ പെഡിക്യൂർ ചെയ്യുന്ന കാര്യം പറയുമ്പോൾ അവർ ചോദിക്കും, കാലൊക്കെ ആര് കാണാനാണ് ചേച്ചി, അതിൻ്റെ ആവശ്യമില്ലെന്ന് പറയും. പക്ഷേ ഇതാണ് കാര്യം. നമുക്ക് കാലിൻ്റെ ഭംഗിക്കല്ല, ആരെയും കാണിക്കാനല്ല, നമ്മുടെ തന്നെ ഹെൽത്തിന് വേണ്ടി നമ്മൾ പെഡിക്യൂർ ചെയ്യുന്ന നല്ലതാണ്. നഖങ്ങളൊക്കെ ആരോഗ്യത്തോടുകൂടി തന്നെ ഇരിക്കാനും പെഡിക്യൂർ ചെയ്ത് കൊടുക്കണം. അത് പാർലറിൽ ചെന്ന് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, വീട്ടിലാണെങ്കിലും ചെയ്താൽ മതി. കാലിൻ്റെ ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, കാലിൻ്റെ ആരോഗ്യത്തിനും കൂടെ വേണ്ടിയിട്ടാണ് പെഡിക്യൂർ ചെയ്യണമെന്നുള്ള കാര്യം എപ്പോഴും എല്ലാവരും ഓർക്കുക. ഇങ്ങനെ കാലിലെ ഹാർഡായിട്ടുള്ള സ്കിന്നെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം കാല് വാഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വിരലിന് ചുറ്റും ആവശ്യമില്ലാത്ത ക്യൂട്ടിക്കിൾസൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വിരലിന് ചുറ്റും ഒരു ക്യൂട്ടിക്കിൾ സോഫ്റ്റ്നർ അപ്ലൈ ചെയ്ത് വെക്കാം. അല്പസമയം കഴിഞ്ഞ് ക്യൂട്ടിക്കിൾസൊക്കെ സോഫ്റ്റ് ആകുമ്പോൾ ഒരു ക്യൂട്ടിക്കിൾ പുഷർ ഉപയോഗിച്ച് ക്യൂട്ടിക്കിൾസ് ഒന്ന് പുറകോട്ട് പുഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ കാലിലെ വിരലുകൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ വെള്ളത്തിൽ ചേർത്ത നാരങ്ങയുടെ തൊണ്ട് അത് വെച്ചൊന്ന് നഖങ്ങൾ റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നത് നഖങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. നഖങ്ങൾ മാത്രമല്ല, കാൽപാദം ഫുള്ള് നാരങ്ങയുടെ തൊണ്ടിട്ട് ഉരയ്ക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് എക്സസ് ആയിട്ട് നിൽക്കുന്ന ക്യൂട്ടിക്കിൾസൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. നഖത്തിൻ്റെ അടിഭാഗമെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു നെയിൽ ഫയൽ ഉപയോഗിച്ച് നഖങ്ങളൊക്കെ ഒന്ന് ഷേപ്പ് ആക്കിയെടുക്കാം. നന്നായിട്ട് നീണ്ടു നിൽക്കുന്ന നഖമാണെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം വേണം ഷേപ്പ് ചെയ്യാനായിട്ട്.
ഇതെല്ലാം കഴിയുമ്പോൾ കാല് നല്ല കഴുകി തുടച്ചെടുക്കാം. അതിനുശേഷം കാലിലൊരു പാക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് കാലിലും പാക്കിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കത് റിമൂവ് ചെയ്യാം. അതിനുശേഷം ഒരു ഫുഡ് മസാജിങ് ക്രീം ഇട്ട് മസാജ് ചെയ്ത് നെയിൽ പോളിഷും കൂടി ഇട്ട് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആകുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്കൊക്കെ പ്രയോജനകരമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.